ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായാവി ട്രേഡിംഗ്. മായാവി ട്രേഡിങ്ങിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു കാര്യമാണ്, ബൈനാൻസ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും, റൂട്ടെക്സിലും ബിനോമയിലൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടി വേറൊരു ആപ്പ് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഓക്കെ, ആ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഞാനിവിടെ കൊടുത്തത്. നിങ്ങൾക്ക് ഒരു റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പ് വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിഗ്രാം വഴിയൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസസ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഇമെയിൽ ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ജിമെയിൽ അക്കൗണ്ട് ഇടുക. ഈ ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് ക്യൂടെക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതേ ജിമെയിൽ അക്കൗണ്ട് വേണോ, അല്ലെങ്കിൽ ബിനോമോ ക്രിയേറ്റ് ചെയ്ത് അതേ ജിമെയിൽ അക്കൗണ്ട് വേണോ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ജിമെയിൽ അക്കൗണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജിമെയിൽ അക്കൗണ്ട്, ഉള്ള ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിന് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ബൈബിറ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റിന് ഉപയോഗിക്കാൻ പോകുന്ന ഒരു പാസ്വേഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. ബൈനാൻസ് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കംപ്ലീറ്റ് സർവീസ് ഇപ്പം നടക്കുന്നുണ്ട്, നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനും ബൈനാൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അതും കൂടെ നിലച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ഇപ്പോഴേ ഇത് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ അവർ ബൈനാൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറിൻ്റെ ഒരു $1 പോലും നഷ്ടപ്പെട്ടു പോകില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിലിലേക്ക് ഒരു വെരിഫൈ കോഡ് വരുന്നതാണ്. ആ കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബൈനാൻസിനെ സംബന്ധിച്ച് ലോകത്തിലെ ഇപ്പോഴും നമ്പർ 1 ആയിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം തന്നെയാണ് ബൈനാൻസ്. ഇന്ത്യയിലെ ടാക്സിൻ്റെ പ്രശ്നം കാരണം മാത്രമാണ് ഇപ്പോൾ ഒരു ബാനായിട്ട് അല്ലെങ്കിൽ URL ബ്ലോക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ ടാക്സും അവർ കറക്റ്റായിട്ട് എല്ലാം ക്ലെയിം ചെയ്ത് എല്ലാം ഇതാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ഇനിയും ബൈനാൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അങ്ങനെ സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് പുതിയ ആൾക്കാർക്ക്, ന്യൂ കമേഴ്സിന് ഈ ഒരു തേർഡ് ആപ്പ്, ഈ ഒരു വെബ്സൈറ്റും കൂടെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്കിതൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ 2 വെരിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് LV1 ഉണ്ട്, LV2 ഉണ്ട്. അപ്പോൾ LV1 ആണ് നമ്മൾ ഫസ്റ്റ് വെരിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ നോക്കുക, വെരിഫൈ നൗ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ LV1. ഓക്കെ, LV1ൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ നോക്കാം. എന്നിട്ട് നമ്മൾ വെരിഫൈ കൊടുക്കുക. നമ്മൾ ഇന്ത്യക്കാരാണ്. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ നോക്കുക, ഇന്ത്യക്കാരനാണ്. ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. ഡിഫാൾട്ടായിട്ട് വരും, ഇല്ലെങ്കിൽ സെലക്ട് ചെയ്യുക അതാത് രാജ്യത്തിൻ്റെ ആൾക്കാർ. ഓക്കെ, നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ അതിൻ്റെ രാജ്യങ്ങൾ. നമുക്ക് ID കാർഡാണ് ക്ലിക്ക് ചെയ്യേണ്ടത്, കാരണം നമ്മൾ ID കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്, അത് ആധാർ കാർഡാണ്. എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചോദിക്കും. അപ്പോൾ ഒന്നും കൂടി ഒരു കൺഫർമേഷൻ, നിങ്ങൾ റെസിഡൻസ് അമേരിക്കക്കാരനാണോ അല്ലെങ്കിൽ അതർ എന്ന് പറഞ്ഞിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഓക്കെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് മൊബൈലിൽ വേണമെങ്കിൽ മൊബൈലിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട്. ഞാനിപ്പോൾ മൊബൈലിലല്ല ചെയ്യുന്നത്, ഞാനിപ്പോൾ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലോഡ് മാനുവലി എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ കൺട്രി അവിടെ ഇല്ലെങ്കിൽ നമ്മൾ കൺട്രി കൊടുക്കുക, ID കാർഡ് കൊടുക്കുക, എന്നിട്ട് അപ്ലോഡ്. ഇതൊക്കെ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും നമ്മൾ അപ്ലോഡ് കൊടുത്തോ. ഇത്രയേ ഉള്ളൂ സംഗതി. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തതാണ് ഫേസ് വെരിഫിക്കേഷൻ. ഇത് മൊബൈലിൽ നിന്ന് തന്നെ ചെയ്യണം. അല്ലെങ്കിൽ എൻ്റെ വെബ് ക്യാം ഉണ്ടെങ്കിൽ വെബ് ക്യാം കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈലിൽ ചെയ്യുക. കണ്ടിന്യൂ ഓൺ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു QR കോഡ് വരും. നിങ്ങൾക്ക് കണ്ടിന്യൂ ഓൺ ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ആ താഴെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇങ്ങനെ വട്ടം ചുറ്റുന്ന അതേപോലെ കാണിച്ചു. അപ്പോൾ ഒരു QR കോഡ് വരും. ഈ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഈ കംപ്ലീറ്റ് ബൈബിറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ ചെയ്തിട്ട് ഫേസ് വെരിഫിക്കേഷൻ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ LV1ൻ്റെ ഇത് കുറച്ച് കഴിയുമ്പോൾ LV1 വെരിഫൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരും. അത് കഴിഞ്ഞിട്ട് LV2 വെരിഫൈ ചെയ്യാനുള്ളത് വരും. ഓക്കെ, ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഇനി വരിക. ഓക്കെ, ഇനി യൂട്യൂബിൽ വരില്ല, ടെലിഗ്രാം ഗ്രൂപ്പിൽ വരും. ടെലിഗ്രാം ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വിഡ്രോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ വരില്ല, ഇനി ടെലിഗ്രാം ഗ്രൂപ്പിലാണ് വരിക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ
കറക്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഇതൊന്ന് ഈ ഒരു വെബ്സൈറ്റും കൂടെ നിങ്ങൾ ചെയ്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ബൈനാൻസിൽ കിടക്കുന്ന ഡോളർ വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം, ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ബൈനാൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് ബൈനാൻസ് ഇപ്പോഴും പറയുന്നത് ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഒരു ഡോളർ, കാരണം വെച്ചാൽ ഞാൻ ഇന്നലെ ഞാൻ ഡോളർ അയച്ചായിരുന്നു, ഇന്നും ഞാൻ ഡോളർ അയച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഡോളർ ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനൊന്നും ഒരു പ്രശ്നവുമില്ല ഇപ്പോഴും. പക്ഷേ നമ്മളൊരു സെക്യൂറായിട്ട് നമ്മളൊരു ആപ്പും കൂടെ നമ്മൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. എല്ലാവരും ചെയ്യുക. ഇനി ഇതിൻ്റെ